ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബാബൂസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അയില കൊണ്ടുള്ള ഒരു വിഭവമാണ്. ഇന്ന് അയില ഒരുപാട് കിട്ടുന്നുണ്ട്, ചാകരായിട്ടുണ്ട്, കാണുന്നിടത്തൊക്കെ അയിലയാണ്. അപ്പൊ നമ്മൾ അയില കറിയാണ് വെക്കല്, അതേപോലെ തന്നെ അയില പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൊരിക്കുകയല്ല, അയില ഗ്രില്ല് കൊണ്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ രണ്ട് മസാല കൂട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്, ഒന്ന് പച്ച മസാലയും ഒന്ന് ചുവപ്പ് മസാലയും. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇതിൽ മസാല ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആദ്യം പച്ച മസാലയാണ് ചേർക്കുന്നത്, അത് ചേർത്ത് കൊടുക്കുക. അയില മൊത്തം പച്ച മസാല ഇതിനുള്ളിലൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലെ ആ പൂവൊക്കെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ വായയിലെ ഉള്ളിലൊക്കെ തേച്ച് കൊടുക്കാം. പിന്നെ പ്രധാനമായിട്ട് നമുക്ക് ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ഉണ്ട്, ഇത് കുരുമുളക് പൊടിച്ചതാണ്, അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. അതിനുള്ളിൽ അടക്കം ഇങ്ങനെ കുരുമുളകിൻ്റെ പൊടി വേണം. അതൊക്കെയാണ് പച്ച മസാല നന്നാക്കി തേച്ച് കൊടുക്കുക. കുരുമുളകിൻ്റെ പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് എല്ലാം തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ചുവപ്പ് മസാലയാണ്. ആ ചുവപ്പ് മസാല ഇട്ട് കൊടുക്കുക. ഈ മസാലകളിലുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, അതേപോലെ തന്നെ ഫിഷ് മസാല, മുളക് പൊടി, പിന്നെ അല്പം വലിയ ജീരകം ഇട്ടിട്ടുണ്ട്. സിമ്പിളും മസാലക്കൂട്ടാണ്. പച്ചയിൽ ഇട്ടിട്ടുള്ളത്, അതേപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ അതേപോലെ തന്നെ ജീരകം, അങ്ങനെയുള്ള സംഗതികളാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് ഇതാണ് ഗ്രിൽ ചെയ്തെടുക്കേണ്ടത്. മറ്റേത് വാഴയുടെ ഇലയിൽ എടുത്ത് പൊള്ളിക്കാനാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് സമയം നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. ഇതിനുള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല ഇരിക്കേണ്ടതുണ്ട്. ഒരു അരമണിക്കൂർ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മീൻ ഗ്രിൽ ചെയ്താൽ നല്ല ടേസ്റ്റ് കിട്ടും. അടുപ്പ് തയ്യാറാക്കണം. അങ്ങനെ ഇത് മുഴുവനും നമുക്ക് തേച്ച് വെക്കാം. അപ്പോൾ മസാല നല്ല പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല മസാല പിടിച്ചോട്ടെ. മീനിൽ നല്ല മസാല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇത് ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ വാഴയിലയിൽ പൊതിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെറിയ കയറെടുത്തിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. അടുപ്പ് തയ്യാറാക്കാൻ നമ്മൾ അടുപ്പ് കത്തിക്കുക. നന്നായിട്ട് കത്തട്ടെ. അത് നമ്മളിങ്ങനെ വേവിച്ച് എടുക്കേണ്ടതുണ്ട്. അതിന് അതൊക്കെ ഇതിൽ വെക്കാം. സിമ്പിളായിട്ട് കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് സോറ
ഇത് ഈ അടി ചിലപ്പോൾ വന്നിട്ടുണ്ടാവും, അപ്പം മറിച്ചിങ്ങനെ വെച്ചു കൊടുക്കും ഓരോന്ന്. കുറച്ച് കരിയിട്ടുണ്ടല്ലോ, കരിഞ്ഞിട്ടുണ്ട്. ഇവനും മറിച്ചിട്ടുണ്ട്. ഇങ്ങനെ തീർന്ന് കൊണ്ടോട്ടെ. ഇവന്റെ കെട്ടഴിഞ്ഞു. ഇതിൽ ഉപ്പ് ചേർത്തിരുന്നിട്ട് അതിന്റെ മസാലന്റെ കൂടെ തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ സെപ്പറേറ്റ് ഇടുന്ന കാണിച്ചിട്ടില്ല. വെച്ച് ചിലത് ഇങ്ങനെ അഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല രണ്ട് സൈഡ് നല്ല കറുത്ത നിറമായിട്ടുണ്ട്. അപ്പൊ നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റാം. 2 ലെയർ ഉണ്ടായതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ കരിയാൻ സാധ്യതയില്ല. വാഴന്റെ 2 ലെയർ ഉണ്ട്. അപ്പോൾ എല്ലാം വെന്തിട്ടുണ്ട്. നല്ല കെട്ടഴിഞ്ഞ് പോയിട്ടുണ്ട്. അതൊന്നും പ്രശ്നമാക്കണ്ട. സംഗതി സൂപ്പറായിരിക്കും. അടുത്ത നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. അതിന് ഓരോ അയില ഇങ്ങനെ വെച്ചു കൊടുക്കാം. അല്ല, മസാല ഒക്കെ നല്ല പിടിച്ചിട്ടുണ്ട്. കാരണം കുറേ സമയമായിട്ട് മസാലയിൽ ഇരിക്കുകയാണ്. ഒന്നങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ഇത് മൂടി വെക്കാം. ഇന്ന് അടുപ്പിൽ കൊണ്ടാക്കാം. ഇങ്ങനെ ഇരുന്നിട്ട് ആദ്യത്തെ ഭാഗം നല്ല വെന്ത് വരട്ടെ. പിന്നെ നമുക്ക് മറച്ചു കൊടുക്കാം. കനല് കുറച്ച് അടിയിലാണ്. ചൂട് തട്ടുന്നുള്ള മീനായതുകൊണ്ട് വലിയ പ്രശ്നമില്ല, പെട്ടെന്ന് വെന്തോളും. മീന് നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട്. രാത്രി ആയിട്ടുമുണ്ട്. കണ്ടില്ലേ, നല്ല വെന്തിട്ടുണ്ട്. 2 സൈഡിലും ഏകദേശം നല്ല വെന്തിട്ടുണ്ട്. നമുക്ക് കൊണ്ടുപോയിട്ട് ടേസ്റ്റ് നോക്കാം. നമുക്ക് എന്തായിക്കണെന്നുള്ളത്. സംഗതി കണ്ടിട്ട് നല്ല വെന്തിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ടാകും. അപ്പൊ അയില ഗ്രില്ല് ചെയ്തതും അതേപോലെ തന്നെ അയില പൊള്ളിച്ചതും റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സാധനം ഓപ്പൺ ചെയ്യട്ടെ. മറിച്ചിട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. സംഗതി റെഡി ആയിട്ടുണ്ട്. ഇതായിട്ട് മാറ്റിയേക്കാം. ആദ്യം ഗ്രില്ല് ചെയ്തത് ടേസ്റ്റ് നോക്കാം. സൂപ്പറായിട്ടുണ്ട്. അധികം എരിവൊന്നുമില്ല. അപ്പോ പുകന്റെ ചുവയൊന്നുമില്ല. പൊരിച്ചതിനൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. പൊരിച്ച സാധാരണ ഒരു ടേസ്റ്റ് അല്ല, പക്ഷെ ഇത് ആ ചുട്ട ഒരു ഫീലിംഗ് ഉണ്ട്. ഇത് നോക്കാം. ദിവസം നല്ല വെന്തിട്ടുണ്ട്. നല്ല 2 മടങ്ങായതുകൊണ്ട് പിന്നെ വെന്തിട്ടുണ്ടാവില്ല വിചാരിച്ചു, പക്ഷെ നല്ല വെന്തിട്ടുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്.
പക്ഷെ അത് കുറച്ചും കൂടി ചൂട് ഇപ്പൊ കുറെ ആയി കുക്ക് ചെയ്തിട്ട് ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ സാധനം ഉണ്ടല്ല, ഇത് നല്ല വന്നിട്ടുണ്ട്. ഇത് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയതാ. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ കുറച്ച് റിസ്ക് ആണ്. എന്നാലും നിങ്ങൾക്ക് ഗ്യാസുമ്മ വെച്ചിട്ടും ഇങ്ങനെ ചെയ്യാം. ഞങ്ങള് അടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. സംഗതി സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോക്ക് വരെ കാണാം. ബൈ ബൈ.